നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു ലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുട്ടി ലഞ്ച് വ്ളോഗാണ്. അപ്പം എനിക്ക് ഡയറ്റ് ആയതുകൊണ്ട് ഞാനും കുട്ടികളും വെവ്വേറെ ഭക്ഷണമാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പം കുറേ ദിവസങ്ങൾക്ക് ശേഷം കുറച്ച് പഴയ കുക്കിങ്ങൊക്കെ ചെയ്ത ഒരു ദിവസം കൂടിയായിരുന്നു കേട്ടോ. നമ്മളുണ്ടല്ലോ, നമുക്ക് വളരെ പ്രിയപ്പെട്ട ചില ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി മാറ്റി വയ്ക്കുമ്പോഴാണ് അതൊക്കെ എത്രത്തോളം വിലപ്പെട്ടതായിരുന്നു എന്ന് തിരിച്ചറിയാൻ പറ്റുക കേട്ടോ. ഒരു സൈഡിലെ നമ്മുടെ ആരോഗ്യം പ്രധാനമാണ്, അപ്പുറത്തെ സൈഡിലെ നമ്മുടെ നാവിൻ്റെ രുചി അതും നമുക്ക് വളരെ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിങ്ങനെ രണ്ട് സൈഡോട്ടും ഇങ്ങനെ വലിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് അല്ലേ. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പം ഞാൻ രാവിലത്തെ ചായ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കുക്ക് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. കുപ്പികളൊക്കെ ഏകദേശം കാലിയായി തുടങ്ങി. അപ്പോൾ വാങ്ങിയിട്ട് പുതിയതായിട്ട് ഫില്ല് ചെയ്ത് വെക്കണം. ഗ്യാസ് സ്റ്റവ് എപ്പോഴും ഒരു വട്ടം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യത്തെ കുക്കിങ്ങിന് മുന്നേ ഞാനൊന്ന് തുടച്ചെടുക്കാറുണ്ട്. നമ്മൾ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് ഉണ്ടാക്കാം അല്ലേ. ഒന്ന്, നമുക്ക് എന്തായാലും വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കണം, വേറെ ആരും ഉണ്ടാക്കി തരാൻ പറ്റില്ല, ഇല്ല അങ്ങനെ വിചാരിച്ച് നമ്മൾ ഉണ്ടാക്കില്ലേ, അങ്ങനെ. പിന്നെ ഒന്ന്, നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന നമുക്ക് എന്തൊക്കെയായാലും കുറച്ചധികം കഷ്ടപ്പെട്ടാലും നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ രുചിക്ക് അനുസരിച്ചിട്ടുള്ള ഫുഡ് കിട്ടും എന്നുള്ളൊരു സന്തോഷത്തിൽ ഭക്ഷണം ഉണ്ടാക്കുക. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭക്ഷണം ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഈ പറഞ്ഞ പോലെ വേറെ പലരും പറഞ്ഞിട്ടുണ്ട്, എന്നാൽ എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല, പിന്നെ നമുക്കിത് കഴിക്കണ്ടേ, വേറെ ആരും ഉണ്ടാക്കി തരില്ല, അതുകൊണ്ട് ഉണ്ടാക്കാണ്. ഞാനിതിൻ്റെ രണ്ടിൻ്റെയും കൂടി മിക്സ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. കുക്കിംഗ് എനിക്ക് ഇഷ്ടമാണ്, എന്നാൽ ചില നേരത്തെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നതിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ് അതിങ്ങനെ ഉണ്ടാക്കി വെച്ച പാത്രങ്ങൾ കഴുകുക എന്ന് പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അടുക്കളയിൽ മിക്കവാറും ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യുക കേട്ടോ. എനിക്ക് വേണ്ടി കുക്ക് ചെയ്യാനായിട്ട് ഞാൻ വേറെ ആരെയും നിർത്തുന്നത് എനിക്കിഷ്ടമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് വെച്ചാൽ എടുക്കുന്ന പാത്രങ്ങളുടെ അളവ് വളരെ കുറയും. ഇപ്പം നമ്മൾ മക്കളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ ആ പാത്രം എപ്പോഴും അവിടെ കിടക്കും കഴുകാനുള്ളത്. അപ്പം അത് നമ്മൾ തന്നെ കഴുകി ഉണ്ടാക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ച് അളവ് കൂട്ടിയിട്ടായിരിക്കും പാത്രങ്ങളൊക്കെ അവിടെ കഴുകാൻ കിടക്കുക. അപ്പം ഞാൻ രാത്രിക്കും കൂടി കുട്ടികൾക്കുള്ള ചോറ് ഇന്ന് 2 നേരം അവർ 2 പേരും വീട്ടിലുണ്ട്. അപ്പം അവർക്ക് 2 നേരത്തേക്കും കൂടിയുള്ള ചോറ് ഞാൻ ഒരുമിച്ച് വെക്കുകയാണ്. ഉണ്ണിക്ക് പണ്ട് ചോറുണ്ണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഊണ് കഴിക്കുമ്പോൾ വളരെ കുറച്ച് കഴിക്കുള്ളൂ. അതുമാത്രമല്ല, നോൺ വെജ് വളരെ കുറവാണ് നമ്മളിവിടെ വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പിടിവാശി പോലെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഉണ്ണിക്ക് വേണ്ടിയിട്ട് മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ടൊക്കെ സ്ഥിരം വീട്ടിലെന്നും മീൻ കറി ഉണ്ടാവും, മീൻ വറുത്തതുണ്ടാവും. അവരങ്ങനെ കഴിച്ച് ശീലിച്ചതുകൊണ്ട് തന്നെ കുറച്ച് കാലം ഞാൻ സ്റ്റോപ്പ് ചെയ്തപ്പം എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കൂടെ ഞാൻ അവരോട് ചെയ്യുന്നൊരു ക്രൂരത പോലെ തന്നെയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാനിതുപോലെ പുറത്തുനിന്നൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട്. പറ്റുമ്പോൾ വാങ്ങിക്കാറുണ്ട്, വീട്ടിൽ വെക്കാറുണ്ട്. പക്ഷെ അതൊരു ഡെയിലി റൊട്ടീൻ്റെ ഭാഗമല്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മളതിന് ഇടയ്ക്കിടയ്ക്ക് മീനൊക്കെ വാങ്ങി വെക്കുന്നുണ്ട്. പറഞ്ഞ പോലെ അച്ചുവിനും അത് ഇഷ്ടമായി തുടങ്ങി കേട്ടോ. അച്ചു പണ്ടൊന്നും അങ്ങനെ കഴിച്ചിരുന്നില്ല. അപ്പം അവരുടെ ഇഷ്ടം നോക്കിയിട്ട് ഇപ്പം ഞാൻ വീണ്ടും അത് വെക്കുന്നുണ്ട്. പിന്നെ അമ്മയുടെ സ്പെഷ്യൽ വെണ്ടക്കായ ഉപ്പേരിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് ഫോളോ ചെയ്യുന്നത് കേട്ടോ. പണ്ട് ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത്, കുട്ടിയല്ല ഇപ്പം ഒരു +1 +2 ആ കാലഘട്ടങ്ങളിൽ സ്ഥിരമായിട്ട് ഡെയിലി വെണ്ടക്കായ ഉപ്പേരി അമ്മ ഉണ്ടാക്കും. എന്നും ആ ഉപ്പേരിയാവും കേട്ടോ. മോരും വെണ്ടക്കായ ഉപ്പേരിയാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. ഞാൻ പണ്ടൊക്കെ ഒരുപാട് വട്ടം ട്രൈ ചെയ്ത് നോക്കിയിട്ടും എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന വെണ്ടക്കായ ഉപ്പേരിയുടെ ഒരു കളറ് കിട്ടില്ല കേട്ടോ.
ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് ഇതിങ്ങനെ അമ്മ ഉണ്ടാക്കുന്നതിന്. കുറച്ച് സ്പൈസിയാണ് അമ്മയുടെ ഉപ്പേരി. ഞാൻ അത്ര മുളക് ചേർക്കില്ല കേട്ടോ, ചിലപ്പോൾ അതായിരിക്കാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മളിനി എത്രത്തോളം ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചു, പലതരം വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് നമ്മൾ ഉണ്ടാക്കിയാലും അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി തന്നെയായിരിക്കും ഇപ്പോൾ ഇങ്ങനെ നാവിൽ നിൽക്കുക. എനിക്ക് വേറെ ആര് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാലും എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് കഴിക്കാൻ പറ്റില്ല കേട്ടോ. അതായത് നമുക്കിങ്ങനെ വീണ്ടും ഓർത്ത് കഴിക്കാൻ ആഗ്രഹം തോന്നില്ലേ, അങ്ങനെ തോന്നാറില്ല. അങ്ങനെ തോന്നിയിട്ടുള്ളത് അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് മാത്രം കേട്ടോ. എല്ലാവർക്കും, എല്ലാ മക്കൾക്കും അങ്ങനെയായിരിക്കും. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ മുളക് പൊടിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ വെണ്ടക്കായ നല്ലോണം കാലം കുറച്ചിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. അമ്മ ഉണ്ടാക്കുന്ന പോലെ അവർ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരമാവധി നോക്കിയത്. പക്ഷെ കിട്ടിയില്ല കേട്ടോ. നല്ലോണം കറുത്ത് ചുവന്ന് ഇരിക്കുന്ന ഉപ്പേരിയാണ് അമ്മയുടെ. അതുണ്ടാക്കണമെങ്കിൽ കുറച്ചുകൂടെ ഞാൻ മുളക് പൊടിയൊക്കെ ചേർക്കേണ്ടി വരും. പിന്നെ ഞാനിവിടെ കാശ്മീരി ചില്ലി തീരെ ഉപയോഗിക്കാറില്ല കേട്ടോ. എനിക്കതിൻ്റെ കളറ് കാണുമ്പോൾ എനിക്ക് പേടിയാണ്, അതിനകത്ത് മായമൊക്കെ ചേർത്തിട്ടുണ്ടാവുമെന്ന്. ഞാൻ പൊടി വാങ്ങിക്കുകയാണ് ചെയ്യാറ്, മുളക് പൊടിപ്പിക്കുമെന്നല്ലേ. അപ്പോൾ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ സാധാരണ മുളക് പൊടി കേട്ടോ ഉപയോഗിക്കാറ്. അതുകൊണ്ട് ഇത്തിരി ഇട്ടാൽ മതി, നല്ല എരിവുണ്ടാവും. അപ്പോൾ ഉപ്പേരി നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ സ്ഥിരം കറി വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്കതിങ്ങനെ ഭയങ്കര എളുപ്പമാണ് മീൻ കറിയൊക്കെ വെക്കാനായിട്ട്. പിന്നെ കുറേ വെക്കാതെ എനിക്ക് അതിൻ്റെ ടച്ച് വിട്ട് പോയി കേട്ടോ. ഇപ്പം അങ്ങനെ വീണ്ടും ശരിയായി വരണേ ഉള്ളൂ. അപ്പം മീനെല്ലാം നന്നാക്കി ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മാന്തലാണ് കേട്ടോ. പണ്ട് വീഡിയോയിലൊക്കെ സ്ഥിരം ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ നാട്ടിൽ മാന്തലിന് എന്താ പറയാന്നൊക്കെ. കുറേ പേര് കമൻറ്റ് ചെയ്യും ഇങ്ങനെ പലതരത്തിലുള്ള പേരുകൾ. അപ്പം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ടച്ച് വിട്ടുപോയി. പിന്നെ എൻ്റെ മൺപാത്രമൊക്കെ കുറേ കാലമായിട്ട് ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. അതിനിടയ്ക്ക് മൺചട്ടി ഒരെണ്ണമൊക്കെ പൊട്ടിപ്പോയി. പിന്നെ ഈ പറഞ്ഞ പോലെ നോൺ വെജ് വയ്ക്കാത്തതുകൊണ്ട് തന്നെ ചട്ടികൾ ഞാനിങ്ങനെ ഒത്തിരി വാങ്ങിക്കുന്നില്ല ഇപ്പോൾ. അതുകൊണ്ട് ഞാനിന്ന് ഈ പാത്രത്തിലാണ് മീൻകറി വയ്ക്കുന്നത് കേട്ടോ. ഞാൻ അധികം എണ്ണയിലിട്ടിട്ട് വഴറ്റിയിട്ടുള്ള ഫുഡൊന്നും കഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക, നമ്മൾ വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുപോയത്തെ പോലത്തെ ഒരു ഫീലാണ് ഈ വെളിച്ചെണ്ണയിൽ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ വഴറ്റുമ്പോൾ, കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റുമ്പോൾ കിട്ടുന്ന ഒരു സ്മെല്ലില്ലേ, അതെനിക്ക് വേറൊരു ലോകത്ത് പോയ പോലത്തെ ഒരു ഫീലാട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ ഒരുപാട് ഇഷ്ടം, നമുക്കറിയില്ല, നമുക്കിത് ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്കതിൻ്റെ ഒന്നും വില അറിയില്ല. പിന്നെ നമ്മൾ അങ്ങനത്തെ ഫുഡൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ വേറൊരു ഫുഡ് കഴിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പണ്ട് കഴിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ മിസ് ചെയ്യും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ എണ്ണയിലിങ്ങനെ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കറി വയ്ക്കുമ്പോൾ കുറേ അധികം വെളിച്ചെണ്ണ ഒഴിക്കില്ലേ, അതിലിങ്ങനെ ചെറിയുള്ളിയും സബോളയൊക്കെ ഇട്ട് വഴറ്റുമ്പോഴത്തൊരു മണം, അത് ഭയങ്കരമായിട്ടുള്ള ഭയങ്കര റിലാക്സിങ് ആവുന്ന ഒരു സ്മെല്ലാട്ടോ. അതിൻ്റെ സൗണ്ടും ആ മണവും ശരിക്കും കുക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്തെത്തിയ പോലെ തോന്നും കേട്ടോ. നമ്മളിങ്ങനെ ഒറ്റയ്ക്കാണ്, പിന്നെ ആരും കൂടെ ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ കുറേ സമയം എടുത്തിട്ട് ഇങ്ങനെ റിലാക്സ്ഡായിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ വേറെ ലോകത്തെത്തും. ലാസ്റ്റ് എന്താ വെച്ചാൽ ശരിക്കും ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണമല്ലോ, ആ ഒരു സുഖം. പിന്നെ ചിലർ നമ്മൾ പറയും, ചിലർ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൈപ്പുണ്യമാണ്, ഭയങ്കര സ്വാദാണ്, വെറുതെ എന്താ പറയുക, ഉള്ളിമുളകും തിരുമ്പി തന്നാൽ തന്നെ ഭയങ്കര സ്വാദാന്നൊക്കെ പറയില്ലേ. അത് കൈപ്പുണ്യമാണോ അതോ സയൻസാണോ എന്നറിയില്ല. എന്താ വെച്ചാൽ എല്ലാം അതിൻ്റേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ചേരുവകളിൽ ചേർക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്വാദ്, അത് നമ്മൾ പറയും, പച്ച മലയാളത്തിൽ പറയും കൈപ്പുണ്യം. പക്ഷേ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ അതൊരു സയൻസ് ആയിരിക്കും അല്ലേ. ഉണ്ണിക്ക് മീൻ കറി കുറച്ച് ഒഴിച്ച് കഴിക്കുന്ന രീതിയിലാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഫ്രൈ ചെയ്യാനായിട്ട് മീൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പനീർ ഇത് എനിക്ക് വാങ്ങിയതായിരുന്നു. അപ്പോൾ ഞാനത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ.
ഒന്നും ചേർക്കുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും ഇത്തിരി ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മസാല വരട്ടിയെടുത്തിട്ട് കുറച്ച് എണ്ണയിൽ സൺഫ്ലവർ ഓയിലാണ് ഞാനതൊന്ന് വറുത്തെടുക്കുന്നത് കേട്ടോ. 4 സൈഡ് ഒന്ന് മൊരിച്ചെടുക്കുന്നത്. അപ്പം നമുക്കിപ്പം പെട്ടെന്ന് എന്താ പറയുക, ഫ്രൈഡ് ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ കഴിക്കാൻ പറ്റിയതാണ്. ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല, അത് പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും. നിങ്ങളിങ്ങനെ പനീർ ചെയ്യാറുണ്ടോ? അപ്പം ഞാനിത് ഇടയ്ക്കൊക്കെ ഇതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അവർക്ക് പനീർ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ കറി വെച്ചിട്ട് കഴിക്കുന്നതിനെക്കാട്ടിലും ഒരു വ്യത്യാസമാവുമല്ലോ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ മാറി മാറി ഉണ്ടാക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇതുപോലെ, അതായത് ഞാൻ കൂടുതൽ നോൺ സ്റ്റിക്ക് തീരെ ഉപയോഗിക്കാത്ത ആളാണ്. അപ്പോൾ ഇപ്പം അടുത്താണ് ഞാൻ ഇപ്പോൾ നോൺ സ്റ്റിക്ക് ഒരു അപ്പച്ചട്ടി ഉണ്ട്, എന്തെങ്കിലും കാര്യത്തിനൊക്കെ പപ്പടം കാച്ചുമ്പോഴൊക്കെ അതെടുക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെയൊക്കെ ഫ്രൈ ചെയ്യേണ്ടി വന്നാൽ എടുക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഞാൻ തോന്നിയൊരു കാര്യമാണ്, നമ്മൾ സാധാരണ കാസ്റ്റ് അയണിൽ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും എണ്ണ കുറച്ച് എന്താ പറയുക, കുടിക്കുന്നത് എണ്ണ കുടിക്കില്ലേ സാധനങ്ങൾ, അതിത്തിരി കുറവാണ് നോൺ സ്റ്റിക്കിൽ ഇങ്ങനെ ഒഴിക്കുമ്പം. കാരണം നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരുമ്പോഴും ആ എണ്ണ അതേപോലെ തന്നെ അതിനകത്ത് കെടുക്കുന്നുണ്ട് കേട്ടോ. കാസ്റ്റ് അയണിലൊക്കെ ആകുമ്പം കുറേ കഴിയുമ്പോൾ ഇങ്ങനെ കരി പിടിച്ച് എണ്ണയൊക്കെ ആകെ ഒരു കുളമായിട്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ എണ്ണ വൃത്തിക്ക് തന്നെ ഇരിക്കുന്നുണ്ട്, എൻ്റെ ഒരു തോന്നലാണ്. അപ്പോൾ അതാ ഞാൻ ഉണ്ണിക്കുള്ള ചോറ് വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. അവൻ കുറച്ചേ ചോറ് വയ്ക്കുള്ളൂ ഇപ്പോൾ. പണ്ടൊക്കെ എന്താ പറയുക, നമ്മൾ ഒത്തിരി ചോറ് ഉണ്ണാൻ നിർബന്ധിക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പം നമ്മളത് മാറ്റിയിട്ട് ചോറ് എന്നാൽ കുറച്ച് കഴിക്കുകയാണെങ്കിൽ എന്നാൽ കുറച്ച് കഴിച്ചോട്ടെ എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുക, ഞാൻ കേട്ടോ. അപ്പോൾ അതേ ഞാൻ അവനുള്ള ചോറ് വിളമ്പി, പിന്നെ പനീർ, പിന്നെ ഉപ്പേരി, പിന്നെ അവന് സാലഡ് ഇഷ്ടമാണ്. അപ്പം കുറച്ച് കുക്കുംബറും ഉപ്പും പുരട്ടിയിട്ട് അപ്പം അതും, പിന്നെ മീൻകറി. അപ്പോൾ അതായിരുന്നു ഇന്ന് അവർക്കുള്ള ഊണ് കേട്ടോ. അച്ഛന് ഈ മീൻകറി മാത്രമില്ല, ബാക്കി എല്ലാം അച്ഛനുണ്ട്. അപ്പോൾ ഒരു കുട്ടി വീഡിയോ ആണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. ടാറ്റാ.